ഹലോ എവ്രി വൺ. ഇന്നലെ ഞാൻ വിംസ് ട്യൂമർ എന്നൊരു ടോപ്പിക്കിനെ പറ്റി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. ഇന്ന് അതിനെ റിലേറ്റ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഇത് ഒരു വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത്രയും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എൻഗ്ലെക്സ് എക്സാമിലൊക്കെ വരാൻ സാധ്യത കുറവാണ്. എന്നാലും ഇതൊരു നമ്മളുടെ ഒരു തിയറി നോളജ് ഇംപ്രൂവ് ചെയ്യാനും പിന്നെ നമ്മളുടെ ഒരു അനലിറ്റിക്കൽ തിങ്കിങ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് ഇത് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടുത്തെ ചോദ്യം: എ ഹെൽത്ത് കെയർ പ്രൊവൈഡർ ലിസ്റ്റ് ഓർഡേഴ്സ് ഫോർ എ യങ് ചൈൽഡ് വിത്ത് എ ടെൻറ്റേറ്റീവ് ഡയഗ്നോസിസ് ഓഫ് വിംസ് ട്യൂമർ. വിച്ച് ഓർഡർ ഷുഡ് ദ നഴ്സ് ക്വസ്റ്റ്യൻ? സോ ഇവിടെ വീണ്ടും ഒരു ക്വസ്റ്റ്യൻ. അതെന്താണ് അങ്ങനെ? വിച്ച് ഓർഡർ ഷുഡ് ദ നഴ്സ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ താഴെ പറയുന്നവയിൽ ഏത് ഓർഡർ ആണ് നഴ്സ് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ, താഴെ പറയുന്നതിൽ ഏതോ ഒരു ടെസ്റ്റ് ഈ ടെൻറ്റേറ്റീവ് ഡയഗ്നോസിസ് എന്ന് വെച്ചാൽ ഒരു ടെമ്പററി, ഒരു സംശയാസ്പദം ആയിട്ടുള്ള ഡയഗ്നോസിസ് ഉള്ള വിംസ് ട്യൂമർ ടെൻറ്റേറ്റീവ് ആയിട്ടൊരു ഡയഗ്നോസിസ് ഉള്ള ഒരു യങ് ചൈൽഡിന് ഓർഡർ ചെയ്തിരിക്കുന്ന ടെസ്റ്റുകളാണ് ഈ താഴെ പറയുന്നത്. അപ്പൊ ഇതിൽ ഏതാണ് നഴ്സ് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നഴ്സിന് അറിയാമായിരിക്കണം ഈ ടെസ്റ്റ് ഈ കൊച്ചിന് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പൊ ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം വിംസ് ട്യൂമർ എന്ന് പറയുന്നത് മോസ്റ്റ് കോമൺ ഇൻട്രാ അബ്ഡോമിനൽ ട്യൂമർ ഇൻ ചിൽഡ്രൻ ആണ്. അപ്പൊ അതൊരു എൻക്യാപ്സുലേറ്റഡ് ആണ്. അതുപോലെ കിഡ്നിയിൽ ഉണ്ടാകുന്ന ട്യൂമർ ആണ്, എൻക്യാപ്സുലേറ്റഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എൻക്യാപ്സുലേറ്റഡ് എന്ന് വെച്ചാൽ അതിന്റെ ചുറ്റും ഒരു ക്യാപ്സ്യൂൾ ഉണ്ട്, അതിനകത്താണ് ഈ ട്യൂമർ ഇരിക്കുന്നത്. അപ്പൊ ഈ ക്യാപ്സ്യൂള് പൊട്ടാതെ, റപ്ചർ ചെയ്യാതെ നമ്മൾ സൂക്ഷിക്കണം. ഓക്കെ, അപ്പൊ അത് റപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ മെറ്റാസ്റ്റേസിസ്, ഈ ട്യൂമർ മറ്റ് ഏരിയാസിലേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ട്യൂമർ പൊട്ടാൻ പാടില്ല ഒരു കാരണവശാലും. അപ്പൊ അതുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു ഇന്നലെ. നമ്മൾ ഒരു ബോർഡൊക്കെ വെക്കുമെന്ന് പറഞ്ഞു. കട്ടിലിന്റെ സൈഡിൽ, ബെഡിന്റെ ഹെഡ് എൻഡ് ഓഫ് ദ ബെഡിൽ നമ്മൾ ഡു നോട്ട് പാൽപേറ്റ് ദി അബ്ഡമൻ എന്നൊക്കെ പറഞ്ഞൊരു ബോർഡൊക്കെ വെക്കുമെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ ആലോചിക്കുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു ചെറിയൊരു ഡൗട്ട് വന്നേക്കാം. പക്ഷെ ഇവിടെ നമുക്കറിയാം MRI, CT സ്കാൻ, പിന്നെ ഇതിനകത്ത് ഓരോന്നിനകത്തും എന്താ നമ്മൾ ചെയ്യുന്നത് എന്നൊക്കെ നമുക്കറിയാം. അതുപോലെ റീനൽ ബയോപ്സി ആൻഡ് അബ്ഡോമിനൽ അൾട്രാസൗണ്ട്. അപ്പൊ ഇതിനകത്ത് ഏതാണ് ചെയ്യാൻ പാടില്ലാത്തത് എന്നാണ് ചോദ്യം. അപ്പൊ നമുക്കറിയാം MRI സ്കാനിലും CT സ്കാനിലും ഒന്നും ഡയറക്റ്റ് ആയിട്ട് അബ്ഡമനിൽ ഒരു ഇതൊന്നും വരുന്നില്ല. അതല്ലെങ്കിൽ നമ്മൾ ആ ട്യൂമറിനെ നമ്മൾ തൊടുന്നൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് എക്സ്റേ ഇമേജസ് ആണ് എടുക്കുന്നത്. പിന്നെ അബ്ഡോമിനൽ അൾട്രാസൗണ്ടില് കാര്യം നമ്മൾ അവിടെ അബ്ഡമനൽ നമ്മൾ അതിന്റെ പ്രോബ് ഉപയോഗിച്ച് അതിൽ നമ്മൾ ടച്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇറ്റ് ഈസ് നോട്ട് വെരി ഫോഴ്സ്ഫുൾ. അപ്പോൾ പിന്നെ അടുത്തതുള്ളത് റീനൽ ബയോപ്സി. നമുക്കറിയാം റീനൽ ബയോപ്സിയിൽ എപ്പോഴും നമ്മൾ ഒരു നീഡിൽ ഉപയോഗിച്ച് നമ്മൾ അതിനകത്തുനിന്ന്, അല്ലെങ്കിൽ അവിടെ ഒരു ഇൻസിഷൻ, നമ്മൾ ആ ക്യാപ്സ്യൂൾ റപ്ചർ ചെയ്യാതെ നമുക്ക് ഒരു കാരണവശാലും ബയോപ്സി ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ റീനൽ ബയോപ്സിയാണ് അവിടെ ചെയ്യാൻ പാടില്ലാത്തത്. ഓക്കെ, ചെയ്യാൻ പാടില്ലാത്തതെന്ന് വെച്ചാൽ എന്തുകൊണ്ട് ഈ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എഴുതി എന്ന് നഴ്സ് ചോദിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടുത്തെ ആൻസർ റീനൽ ബയോപ്സിയാണ്. ഓക്കെ, അപ്പൊ ഇത് ഈ ക്വസ്റ്റ്യനും ഈ ആൻസർ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആൻഡ് പ്ലീസ് റീഡ് മോർ അബൌട്ട് വിംസ് ട്യൂമർ. ഓക്കെ, ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതൊന്ന് വാച്ച് ചെയ്യുക. നിങ്ങൾക്ക് കൂടുതൽ ഐഡിയ കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഇനിയും നമ്മൾ കൂടുതൽ ഫർദർ വീഡിയോസും ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം കീപ്പ് ഓൺ വാച്ചിങ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയുന്നതിൽ സന്തോഷമുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ വീണ്ടും പല പല ടോപ്പിക്സും ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു വെരി മച്ച്.